അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കുരുവട്ടൂരി കോമാടന്റെ ഏറ്റവും വലിയ മുരീദും അളിയനും കൂടിയായ സമദ് പാമ്പേസ് മൗലവി. ഈ പാമ്പേസ് മൗലവി എന്ന് പറയുമ്പോ ആരുഞ്ഞ് തെറ്റിദ്ധരിക്കണ്ട, അത് ആ ചങ്ങായി തന്നെയാണ് അതിന്റെ കാരണം. കിതാബിന്റെ പേജൊക്കെ കീറിയിട്ട് കുട്ടികൾ പാമ്പേഴ്സിന് ഉപയോഗിക്കുന്ന സ്ഥലത്ത് വെച്ചു കൊടുക്ക എന്ന് പച്ചക്ക് പറഞ്ഞ ചങ്ങായിയാണ്. അങ്ങനെ പറയുമ്പോ സ്വാഭാവികമാണ് ഓനെ പാമ്പേസ് മൗലവി തന്നെയാണ് വിളിക്കും ചെയ്യുക. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറയപ്പെടുന്ന പാമ്പേസ് മൗലവി എന്നാണ്. ഈ പാമ്പേസ് മൗലവി ഇവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങളെ പച്ചർച്ചിന്നലാണ് ഓന്റെ പണി, കുരുവട്ടൂരികളെ പണി. ജിഫ്രി തങ്ങളുപ്പാപ്പാനെ കുറെ പറഞ്ഞു, AP ഉസ്താദിനെ കുറെ പറഞ്ഞു, പേരൂർ ഉസ്താനും പൊന്മുള ഉസ്താനും കുറെ പറഞ്ഞു, EK വിഭാഗത്തിൽപ്പെട്ട അമ്പലക്കട ഉസ്താനെ കുറെ പറഞ്ഞു, അതുപോലെ MT അബൂക്കർ ദാരിമി ഉസ്താനെ കുറെ പറഞ്ഞു. ഇങ്ങനെ എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ പച്ചർച്ചിന്നലാണ് ഇവരെ പണി. ഞാനിപ്പോ പറയാനുണ്ടായ കാരണം, ഈ അടുത്ത് ജിഫ്രി മുത്തുക്കോയ തങ്ങളുപ്പാപ്പാനൊക്കെ വാനോളം പുകയറ്റിയിരുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങളുപ്പാപ്പ വലിയ ആലിമാണ്, പണ്ഡിതനാണ്. അങ്ങനെയാണ് ആ തങ്ങളുപ്പാപ്പാക്ക് കടപിടിക്കാൻ പറ്റിയ ഒരു ആലിമും ഇന്ന് ഇല്ല എന്നൊക്കെ പറഞ്ഞാണ് പ്രസംഗിച്ചിരുന്നു ഈ നൗഷാദൊക്കെ. ഞമ്മക്ക് അപ്പോഴേ അറിയാം, നമുക്ക് വില നേരത്തെ അറിയുന്നതാണല്ലോ, ആലിമീങ്ങൾ വില പിടിച്ച് പുറത്തേക്ക് ഇട്ടുകയാണല്ലോ. കാരണം കുത്തിത്തിരിപ്പും പിത്തനിയും ഫസാദും മാത്രമാണ് ഇവറ്റങ്ങളടുത്തുള്ളത്, ഹക്കില്ല. പിന്നെ സുന്നത്ത് ജമാഅത്തിനെ പൊളിക്കലാണ് വില അജണ്ട കേട്ടോ. അതെല്ലാവരും കരുതിയിരിക്കണം. സുന്നത്ത് ജമാഅത്തിനെ പൊളിക്കുക എന്ത് വില കൊടുത്തും. വഹാബികളും ഈ കള്ളത്തൊരീക്കത്തുകാരും എല്ലാവരും മുക്കൂട്ട് മുന്നണികളായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. വഹാബികളും ഇവരൊക്കെ ലിങ്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ജിഫ്രി മുത്തുക്കോയ തങ്ങളുപ്പാപ്പാൻ അങ്ങനെ വാനോളം പുകയറ്റിയാണ്ട് 2 ദിവസം അതിന് ആയുസ്സുണ്ടായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2-മത്തെ 3-മത്തെ ദിവസം അത കടക്കണേക്കും ജിഫ്രി മുത്തുക്കോയ തങ്ങളുപ്പാപ്പ പച്ച വഹാബി പിന്നെ കേൾക്കുന്നത് അതാ, നിങ്ങൾ സലാം സുല്ലമിന്റെ വാദക്കാരനാണ്. സലാം സുല്ലമി പറഞ്ഞാൽ എന്താ? പച്ച വഹാബി സലാം സുല്ലമി, ഇടവണ്ണക്കാരൻ സലാം സുല്ലമി. ആ സലാം സുല്ലമിന്റെ വാദക്കാരനാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങള്. ആദ്യം തങ്ങളാപ്പാനെ കുറിച്ച് വാനോളം പുകയറ്റി. 2 ദിവസോ 3 ദിവസോ കഴിഞ്ഞപ്പത്തിന് എന്തായി? അതേ തങ്ങളാപ്പാനെ കുറിച്ച് നൗഷാദും സമദും കുഞ്ഞേമതൊക്കെ പറയാണ്, നിങ്ങൾ സലാം സുല്ലമിന്റെ വാദക്കാരനാണ്. സുഹൃത്തുക്കളെ, ഇവര് കള്ളന്മാരാണ്. പിന്നെ എന്തായി? അങ്ങനെ ജിഫ്രി മുത്തുക്കോയ തങ്ങളപ്പാപ്പ എന്തായി? ഇപ്പോ സലാം സുല്ലമിന്റെ വാദക്കാരനായിട്ടോ. ഇപ്പോ APക്കാരും ഈക്കക്കാരൊക്കെ പറഞ്ഞ് ഇപ്പൊ പിന്നെ പറയണത് ആരെങ്ങക്കറിയോ? മുൻകാലത്തെ സമസ്തയുടെ ആലിമീങ്ങളെ നേർക്കും ഇവര് വരികയാണ്. ആരെങ്കിലൊക്കെ അത് APക്കാരല്ലേ പറയണത്, ഞമ്മളെ പറയണില്ലല്ലോ എന്നൊക്കെ കരുതി മാറിക്കുണ്ടെങ്കിൽ എല്ലാവരും ചിന്തിച്ചോളി. ഇവരുടെ അജണ്ട, ഇവരുടെ ലക്ഷ്യം സുന്നത്ത് ജമാഅത്ത് പൊളിക്കലാണ്, ഈ വട്ടൂരികളുടെ പണി. അതിനും വഹാബികളും ഇവരൊക്കെ ലിങ്കാണ്. ഇവരൊക്കെ ഒരുമിച്ചിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. വഹാബികൾ ഇതുവരെ സുന്നത്ത് ജമാഅത്ത് പൊളിക്കാൻ നോക്കിയിട്ട് ഒരു ചുക്കുമ്പട സംഭവിച്ചില്ല. അപ്പൊ വഹാബികൾക്ക് പറ്റിയൊരു കൂട്ടാണ് ഈ കുരുവട്ടൂരി കൂട്ട്. അത് അനീഫ കായക്കോടെയും പറഞ്ഞിട്ടുണ്ടല്ലോ, നൗഷാദ് ഭയങ്കര പെരുത്ത് ഇഷ്ടമുള്ള ആളാണ് എനിക്ക്. നൗഷാദിന് ഇഞ്ഞി ഇഷ്ടമാണ്, ചോനി ഇഷ്ടമാണ്. AP വിഭാഗത്തിലായെന്ന് ഓന് നമ്മളെ മെയിൻറ്റൈൻ വെച്ചില്ല. ഇപ്പൊ ഓന് ഈ കോമാടന്റെ ഒപ്പം കൂടിയപ്പോ ഇന്നെ ഭയങ്കര ഇഷ്ടമാണ് നൗഷാദിന്. ഇത് കായക്കൂടിയും പറഞ്ഞതാ. ഞാൻ പറയാം, ഓന്റെ കാര്യം ഈ വിഷയം വരുന്നത് വരെ, അതായത് ശരിക്കും ഈ വിഷയം വരുന്നത് 3000 രൂപ സംവാദത്തിന് ശേഷമാണല്ലോ സജീവമായിട്ട് വരുന്നത്. അതുവരെ ഞാനായിട്ട് ഒരു ബന്ധമില്ലാത്തവനാണ്. 3000 രൂപ സംവാദം വരെ റോഹൻ അറിയാം, തലശ്ശേരി ആയാലും മറ്റു സംവാദങ്ങളായാലും നിങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോഴും നമ്മളോട് ഒരു ബന്ധവും കാണിക്കാത്തവനാണ്. പക്ഷെ ഈ വിഷയം വന്നതിന് ശേഷം ഓന്റെ ആ ഒരു പെരുമാറ്റത്തിൽ എന്തുണ്ട് മാറ്റം ഉണ്ടായിരുന്നു. മാറ്റം ഉണ്ടാകുന്നത് നമ്മളോട് സംസാരിക്കാനും വരെ. ഏതുവരെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ചേലേമ്പ്ര സംവാദം. ചേലേമ്പ്ര സംവാദത്തില് വന്നിരുന്ന് അപ്പൊ മൂപ്പരെ കൂടെ വേറെ നമുക്ക് ഒരു പരിചയമില്ലാത്ത വേറെ 2 ആൾക്കാരല്ലേ ഇതിനെ കാണാൻ.
ഒന്ന് ഇവനായിരുന്നു എന്റെ ഓർമ്മ, മറ്റേ പിന്നെ ഈക്കൊക്കെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് പോകുന്ന സുഹരി. അപ്പൊ അയാളാണെന്നാണ് ഒന്നെന്റെ ഓർമ്മ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ പിന്നെ എഴുതാണ് വ്യവസ്ഥ എഴുതുമ്പോ അതില് പ്രമാണങ്ങൾ ഞാൻ എഴുതുമ്പോ ഞാൻ സാധാരണ നമ്മൾ എഴുതുന്നതായിട്ട് എഴുതി. അപ്പൊ ഒപ്പമുള്ള മൂല്യവര് പറഞ്ഞു അങ്ങനെ അതല്ല അങ്ങനെയല്ല, പിന്നെ അയാൾ എതിർത്ത് നമ്മള് ഏകപക്ഷീയമായി എഴുതാനെന്നുള്ള നിലക്ക്. അപ്പൊ നൗഷാദിന്റെ അനുസാരം പിന്നെ അത് അനീഫ് എഴുതിക്കോളൂ എന്നാണ്. മുമ്പാണെങ്കിൽ നൗഷാദ് സംസാരിക്കാത്ത ഒരു രീതിയാണത്. നല്ല സ്നേഹത്തോടുള്ള രീതി, ഞാന് സ്നേഹത്തോടെ കൂടെ ഉള്ള ഒരു രീതി, ആ ഒരു സൗഹാർദ്ദത്തിന്റെ രീതി കൊണ്ടിരുന്ന ഒരിക്കലും ഇല്ലാത്തതാണ്. അതേപോലെ തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പിന്നെ വ്യവസ്ഥ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ ഇവരോട് പറഞ്ഞു നൗഷാദ് ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കേണ്ടതുണ്ടായിരുന്നു. ഞാന് പരീക്ഷിക്കാൻ തന്നെ പറഞ്ഞാണ് എന്താണ് അവന്റെ സമീപനം എന്തായിരിക്കും എന്നുള്ള പറയുക. സാധാരണ മുൻപേ കൂടി ചെയ്യാത്തവൻ ഇത് പറഞ്ഞപ്പോ എന്തായിരിക്കും എന്റെ രീതിയിൽ അറിയാൻ വേണ്ടിയാണ്. അപ്പൊ മുമ്പൊരു വേഗം പിന്നെ എന്റെ ഒപ്പം വരാൻ നോക്കി. അപ്പൊ ഒപ്പമുള്ള രണ്ടാൾക്കാരും തന്നെ പറ്റലാണ്. അവര് തടഞ്ഞു വെച്ചു നൗഷാദ്. എന്റെ ഒപ്പം അപ്പുറത്തെ റൂമിലേക്ക് വരാൻ നോക്കി നൗഷാദ് തടഞ്ഞു വെക്കുകയായിരുന്നു. അപ്പൊ അതിനുശേഷം പിന്നെ പലപ്പോഴും വിളിക്കലുണ്ടായിരുന്നു. അപ്പൊ ശരിക്ക് പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കും. ഹാഫിദിന്റെ കൂടെ കൂടിയാൽ നല്ലൊരു മാറ്റമുണ്ട് ആ നിലക്ക് അല്ലേ? അതുണ്ട്. ആ സമയത്ത് മുമ്പില്ലാത്ത ഞാനിന്നാൾ ആരോടോ പറഞ്ഞു ഈ പിന്നെ പ്രസംഗത്തില് വഹാബികൾ അങ്ങനെയാക്കണം വഹാബികൾ ഇങ്ങനെയാക്കണം എന്നൊക്കെ പറയുന്ന നൗഷാദ് ഇതിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മളോട് നല്ല സംസാരം തുടങ്ങിയത്. അതെ അതെ. മറ്റേ നമ്മളെ ഉസ്താദിന്റെ കൂടെ ആകുമ്പോ ഉള്ള ആ രീതിയല്ലാന്ന് അല്ലേ? അതെ അതെ അതെ. അപ്പോ ഏകദേശം കാര്യങ്ങൾ അവിടെ പിടുത്തം കിട്ടിയല്ലോ. വല്ല പണി എന്താന്നുള്ളത് വഹാബികളെ എല്ലാ നിലക്കും സപ്പോർട്ട് ചെയ്ത് സുന്നത്ത് ജമാഅത്തിനെ പൊളിക്കാൻ വേണ്ടി ഈ കക്ഷികളും ഒപ്പം കൂടിയാണ്. പറഞ്ഞിപ്പോ എവിടെ ഈ പാമ്പേഴ്സ് മൗലവി എത്തിയെന്ന് വെച്ചാലേ നമ്മുടെ പൂർവീകരായ സമസ്തയുടെ ആലിമീങ്ങളെ വരെ വളരെ പുച്ഛിച്ചിട്ടും കൊച്ചാക്കിയിട്ടും സംസാരിക്കുക. 930കളില് അന്ന് ഈ സമത് ഈ പാമ്പേഴ്സ് മൗലവി ജനിച്ചിട്ടില്ല. ഓൻ ജനിക്കണീന്റെ മുമ്പ് വഫാത്തായി പോയ ആലിമീങ്ങളെ വരെ ഓൻ കൊച്ചാക്കിയിട്ടാ സംസാരിക്കണത്. നമ്മളൊന്നും അന്ന് ജനിച്ചിട്ടില്ല 930ല്. എന്നിട്ട് അക്കാലഘട്ടത്തിൽ സമസ്തയുടെ ആലിമീങ്ങളെടുത്ത നിലപാടിനെ ഇവൻ വളരെ പുച്ഛിച്ചിട്ട് അതൊക്കെ പാളിപ്പോയി, അവർക്ക് പിഴച്ചു എന്നൊക്കെ പറഞ്ഞ് ഏത് AP വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരല്ല, EK വിഭാഗത്തിൽപ്പെട്ട ഇക്കാലത്തെ പണ്ഡിതന്മാരല്ല. 930ല് അക്കാലഘട്ടത്തിൽ സമസ്തയുടെ ആലിമീങ്ങൾ ചില കള്ളന്മാർക്കെതിരെ കള്ളത്തൊരിയക്കത്തുകാർക്കെതിരെ എടുത്ത ആ നിലപാടിനെ ചോദ്യം ചെയ്ത് അക്കാലഘട്ടത്തിലെ ആലിമീങ്ങളെ പുച്ഛിച്ച് സംസാരിക്കുക ഈ സമദ് മൗലവി. നിങ്ങളവൻ പറയുന്നത് കേട്ടോക്കി പറയങ്ങായി. പിന്നെ അവര് പറഞ്ഞു സമസ്തന്റെ പ്രമേയമുണ്ട്, അതുള്ളതാ, അതില്ല നമ്മൾ പറയണില്ല. സമസ്തയുടെ 4ാം വാർഷിക സമ്മേളനത്തിൽ പ്രമേയം പാസാക്കി ചോറ്റൂര്, കൊരൂര്, കൊണ്ടോട്ടി, അങ്ങനെ പല കൂട്ടരും എന്നെ കൂട്ടത്തിൽ കൊണ്ടോട്ടി. അവര് സുന്നികളല്ല എന്നുള്ളതാണ് ആ പ്രമേയം. അങ്ങനെ സമസ്ത പ്രമേയം പാസാക്കിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇപ്പം ഇവിടെ ഞെട്ടാനൊന്നുമില്ല, ഞങ്ങളെ ഇല്ലാറിനില്ല. അതിനുള്ള മറുപടി ആ പ്രമേയം പാളി എന്നുള്ളതാണ്. അത് പിഴച്ച പ്രമേയമാണ്. നോക്കിങ്ങള് 930ല് സമസ്തയുടെ അക്കാലത്തെ ആലിമീങ്ങൾ എടുത്ത ആ പ്രമേയം പാളീൻ. അതെന്തിയെ? അക്കാലഘട്ടത്തിൽ ചോറ്റൂര്, കൊരൂര് ത്വരീഖത്തുകാർക്കെതിരെ സമസ്തയുടെ ആലിമീങ്ങൾ എടുത്ത നിലപാട്, അതില് ഒരു വിഭാഗമാണ് ഈ കൊണ്ടോട്ടി കൈക്കാര്. ഈ കൊണ്ടോട്ടി കൈക്കാര് എന്ന് പറയുന്ന എന്താണ് ത്വരീഖത്തിനെതിരെയും, അതായത് കൊണ്ടോട്ടി ഷാ അദ്ദേഹത്തിനെതിരെയും എടുത്ത നിലപാട് 930ലാണ്. അക്കാലഘട്ടത്തിലെ സമസ്തയുടെ ആലിമീങ്ങൾ എടുത്ത നിലപാട് പാളിപ്പോയി എന്നാണ് ഈ ചങ്ങായി പറയണത്. എപ്പിക്കാരെ കുറിച്ചല്ല കേട്ടോ പറയണത്. ഞങ്ങനെ ആരെങ്കിലുമൊക്കെ ഈ എപ്പിക്കാരെയാണല്ലോ പോലും പറയണതെന്ന് കരുതിയാലേ നിങ്ങൾക്ക് തെറ്റുപറ്റി. 930ല് നമ്മുടെ
പൂർവികരായ സമസ്തയുടെ ആലിമീങ്ങളെടുത്ത നിലപാട് പാളിപ്പോയി എന്നാണ് ഈ ചങ്ങായി പറയണത്. മാത്രമല്ല അതേ ആലിമീങ്ങളെ കുറിച്ച് ഇവൻ പറയാ 40 മൊല്ലാക്കന്മാര് എന്ന് പറഞ്ഞാൽ പുച്ഛിക്കുക. അതും ഇവൻ തന്നെ പറയണത്. അതുകൊണ്ടല്ലേ സമസ്തന്റെ പ്രമേയം ഇപ്പം പൊളിയുന്നത്. ചില ആൾ സമസ്തന്റെ പ്രമേയം പൊളിയ എന്താ പിന്നെ പ്രശ്നം? 40 മൊല്ലാക്കന്മാർ കൂടി അവിടെ എന്തെങ്കിലും പേക്കൂലേ? 40 മൊല്ലാക്കന്മാര് കൂടിയാൽ എന്താ അവിടെ പേക്കൂലേ? മനസ്സിലാക്കണം നിങ്ങളെ. അക്കാലഘട്ടത്തിലുള്ള സമസ്തയുടെ ആലിമീങ്ങളെ വളരെ കൊച്ചാക്കിയിട്ട് സംസാരിക്കുന്ന ഈ പാമ്പേസ് മൗലവി, ഇവരൊക്കെ കരുതിയിരിക്കണം നമ്മള്. കാരണം ഇവര് സുന്നത്ത് ജമാഅത്തിനെ പൊളിക്കാനാണ് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. അപ്പോ സമസ്തയുടെ ആ അക്കാലഘട്ടത്തിലുള്ള ആലിമീങ്ങൾ എടുത്ത നിലപാടിനെ കുറിച്ച് ഇത്ര പുച്ഛിച്ചിട്ടും ഇത്ര മോശമാക്കിയിട്ടും സംസാരിക്കുന്ന ഈ കുരുവട്ടൂരി കൂടാരത്തിലെ ആരെങ്കിലൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിലേ ഒറ്റപ്പെടുന്നതിന്റെ മുമ്പ് രക്ഷപ്പെട്ടോളി മക്കളെ. കാരണം വില പണിത സുന്നത്തെ ജമാഅത്ത് പൊളിക്കലാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, അക്കാലഘട്ടത്തിലെ ആലിമീങ്ങളെയാണ് ഈ ചങ്ങായി പുച്ഛിക്കുന്നത്. ചില്ലറ വിഷയ. എന്നാല് പിന്നെ സമസ്തയുടെ നിലപാട്, സമസ്ത ഒരു തീരുമാനമെടുത്താല്, പൂർവികരായ സമസ്തയുടെ ആലിമീങ്ങളെടുത്ത തീരുമാനം ഇതൊന്നും എവിടെയും പാളിയിട്ടില്ല. അതൊക്കെ കൃത്യവും വ്യക്തവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കൊരൂര് എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പിടുത്തം കിട്ടാത്തൊരു സൈസായി മാറിയത്. ചോറ്റൂര് ഒരു ഐഡിയ ഇല്ല. നൂരിഷ അവിടെയും ഇവിടെയൊക്കെ കുറച്ച് 4 ഉണ്ട് തോന്നുന്നു. അതുപോലെ അതിൻ്റെ ആൾക്കാരെ കണ്ടാൽ തന്നെ അറിയാം കള്ളന്മാരാന്നുള്ളത്. പിന്നെ എന്താണ് ആലുവ, ഓലെന്നെ തമ്മിൽ തല്ലുകയാണ് ഇപ്പോൾ. അപ്പൊ ഈ സമസ്തയുടെ അക്കാലത്തെ ആലിമീങ്ങൾ ഇവർക്കൊക്കെ എടുത്ത നിലപാട് കൊണ്ടാണ് ഇവർക്കൊന്നും ഒരു ക്ലച്ചും പിടിക്കാതെ എവിടെയും ഏട്ടിലും പാട്ടിലും ഇല്ലാതെ ആയിപ്പോയത്. അതൊക്കെ സമസ്തയുടെ പവറാ. അക്കാലത്തെ ആലിമീങ്ങൾ എടുത്ത നിലപാടാണത്. ഇപ്പൊ ഈ കുരുവട്ടൂരി കള്ളന്മാരെ കുറിച്ച് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. AP വിഭാഗം സമസ്ത വില പിടിച്ച് പുറത്തേക്ക് ഇട്ടിക്കുക. എവിടെയും വില സ്വീകരിക്കണില്ല. ഇവര് കള്ളന്മാരാന്നുള്ളത് എല്ലാവരും ഇപ്പൊ അതാ വിളിച്ചു വരണത്. കുരുവട്ടൂരികൾ കള്ളന്മാരാണ്. AP-ക്കാരും ഈക്കക്കാരൊക്കെ പറഞ്ഞു. തച്ചാട്ടണം എന്നാണ് EK വിഭാഗത്തിന്റെ പണ്ഡിതൻ പറഞ്ഞത്. നവാസ് ദാരിമി ഉസ്താദ് പറഞ്ഞു കുരുവട്ടൂരികൾ എവിടെ വരുന്നുണ്ടോ താച്ചാട്ടണം. അവർക്ക് പ്രസംഗിക്കാൻ ഒരിടം കൊടുക്കാൻ പാടില്ല. അവര് കള്ളന്മാരാണ്, അവര് സുന്നികളല്ല. ഞാരെങ്കിലൊക്കെ ഓല് സുന്നികളാന്ന് കരുതിയാണ്ടേ ഓലെ പ്രസംഗിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുമ്പോ ചിന്തിച്ചോളി, ഇവര് കള്ളന്മാരാ. ഇവരുടെ ലക്ഷ്യം സുന്നത്തെ ജമാഅത്ത് പൊളിക്കലാ. അത് ഇന്ന് AP സ്ഥാനം പറയണ്ടെങ്കിൽ നമ്മൾ കൈയടിച്ചു കൊടുത്താൽ നാളെ നമ്മളെ നേതാക്കന്മാരെ തന്നെ പറയും. അത് പറഞ്ഞതുമാണല്ലോ ജിഫ്രി തങ്ങളുപ്പാപ്പ ഏറ്റവും വലിയ വഹാബിവാദക്കാരനായി. പച്ചക്കൻ ഔഷാദും സമതും കുഞ്ഞമ്മതൊക്കെ പറഞ്ഞതാണ് ജിഫ്രി തങ്ങളുപ്പാപ്പാനെ കുറിച്ച്. അപ്പോ ഈ കള്ളന്മാരെ തിരിച്ചറിയണം. 40 അംഗ മുഷാവറ ഒരു തീരുമാനം എടുത്താലേ അത് പഴക്കൂല. നമ്മുടെ പൂർവികരായ സമസ്തയുടെ ആലിമീങ്ങൾ അക്കാലഘട്ടത്തിലെടുത്ത തീരുമാനങ്ങൾ ഒന്നും പേച്ചിട്ടുമില്ല. വഹാബീസം പേച്ചതാണ് സമസ്തന്റെ ആലിമീങ്ങൾ പാസ്സാക്കിയതാ. ആ വഹാബീസം ഇന്നും പേച്ചതാണെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടതാ. കള്ളത്തൊരിയക്കത്തിന്റെ പേരില് കള്ളന്മാരെ ഇറങ്ങി പുറപ്പെട്ടപ്പോ അവരൊക്കെ കള്ളന്മാരാന്നുള്ള സമസ്തയുടെ അക്കാലത്തെ ആലിമീങ്ങള് നിലപാടെടുത്തതാ. അത് പേച്ചിട്ടില്ല. എവിടെയാണ് പൂർവിക സമസ്തക്ക് അല്ലെങ്കിൽ ആ സമസ്തയുടെ ആലിമീങ്ങൾക്ക് പേച്ചത്? ഇക്കാലഘട്ടത്തില് AP വിഭാഗം ഈ കുരുവട്ടൂരികളെ പിടിച്ച് പുറത്തേക്ക് കിട്ടും. മനസ്സിലാക്കണം. എന്നെ പോലത്തെ ആളുകൾക്കൊക്കെ ഓല എടുത്ത് പുറത്തേക്ക് ഇടണ്ടീനോ എന്നൊക്കെ തോന്നിപ്പോയാലും ഇപ്പൊ എനിക്ക് തോന്നുകയാണ് എന്നോ പിടിച്ച് പുറത്തേക്ക് ഇടണം. അതാണ് നമ്മളെ ആലിമീങ്ങളെ പവർ. കാരണം ഇവര് കള്ളന്മാരാ. ഈ കള്ളന്മാര് ഇവരൊക്കെ ഏറ്റിയായിരുന്നു നൗഷാദിനൊക്കെ. ഇവൻ കള്ളനാന്നുള്ളത് ഇപ്പൊ നമുക്ക് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്തരം ഈ വഹാബീസത്തിലും ഈ കുരുവട്ടൂരി കള്ളത്തൊരിക്കത്തിലും ഇതിലൊന്നും ആരും പെട്ടുപോകരുത്. നമുക്ക് നമ്മളെ വലുത് നമ്മളെ ഈമാൻ സംരക്ഷിക്കലാണ്. അതിന് ഈ കള്ളന്മാരൊപ്പം നടന്നാല് സംഗതി നടക്കൂല.
ഇവര് പലതും പറഞ്ഞിട്ട് പറ്റിച്ചു. അങ്ങനെയാണ് ഷെയ്ഖാണ് ഇതാക്കുകയാണ് പിന്നെ സ്വർഗത്തേക്ക് എത്തിച്ചു എന്നൊക്കെ പറഞ്ഞാണ്ട് ആ സ്വർഗം നരകിക്കാൻ. അത് ദജ്ജാലിന്റെ പണി അങ്ങനെ തന്നെയാണല്ലോ. ദജ്ജാല് അവസാന ഘട്ടത്തില് ദജ്ജാല് സ്വർഗം കാണിച്ചു വരും പറഞ്ഞു. ആ സ്വർഗത്തേക്ക് ചെല്ലുമ്പോൾ നരകിക്കാനും. അത് ഇതുപോലെ ദജ്ജാലിന്റെ അനുയായികളാണ് ഈ കുരുവട്ടൂരി കള്ളന്മാര്, സകല കള്ളത്തുരിയക്കത്തിന്റെ ആളുകളും. അപ്പൊ അതിലാരും പെട്ടുപോകരുത് എന്ന് അറിയിക്കുന്നു. ഇവര് കള്ളന്മാരാണ്. നമ്മുടെ പൂർവികരായ സമസ്തയുടെ ആലിമീങ്ങളെയാണ് പുച്ഛിച്ചുകൊണ്ട് ആ ആലിമീങ്ങളെടുത്ത തീരുമാനങ്ങളൊക്കെ നിലപാടുകളൊക്കെ പാളിപ്പോയി എന്ന് പച്ചക്ക് പറയുന്ന ഇത്തരം കള്ളക്കച്ചികളെ പിന്നാലെ ആരും പോകരുത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.